എല്ലാവർക്കും നമസ്കാരം. പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അങ്ങനെ നമ്മുടെ വയനാടിൻ്റെ വിഷയങ്ങളെല്ലാം ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഓരോരുത്തരും കഷ്ടങ്ങളിലും പ്രയാസങ്ങളിലൂടെ കടന്നു പോവുകയാണ്. ഉറ്റവരെ ഉടയവരെയൊക്കെ നഷ്ടപ്പെട്ട്, മക്കളെ നഷ്ടപ്പെട്ടവർ, മാതാപിതാക്കളെ നഷ്ടപ്പെട്ടവർ, അങ്ങനെ എല്ലാവരും ഭയങ്കര സങ്കടത്തിലും നെടുവീർപ്പിലൊക്കെ ഇരിക്കുന്ന സമയങ്ങളാണിത്. വയനാടിന് വേണ്ടി ഒരുപാട് ആൾക്കാർ ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, വീട് വെച്ച് കൊടുക്കുന്നുണ്ട്, ഒരുപാട് പേര് സഹായിക്കാൻ സന്നദ്ധ പ്രവർത്തകരായി മുമ്പോട്ട് വരുന്നുണ്ട്. അങ്ങനെ നല്ല നല്ല കാര്യങ്ങൾ നമ്മുടെ നാട്ടിൽ നടക്കുമ്പോൾ അതിലേറെ നമ്മൾ സന്തോഷവാരാണ്. കാരണം ഒരുപാട് പേര് കുഞ്ഞുങ്ങളെ ദത്തെടുക്കാൻ തയ്യാറായി മുമ്പോട്ട് വന്നു. അതോടൊപ്പം തന്നെ നമ്മൾ കണ്ട ഒരു അതിമനോഹരമായൊരു വീഡിയോ ആയിരുന്നു. കുഞ്ഞുങ്ങളെ ദത്തെടുക്കാൻ തയ്യാറാകുന്നതോടൊപ്പം ഉറ്റവരെ ഉടയവരെ നഷ്ടപ്പെട്ട മാതാപിതാക്കളെ ഏറ്റെടുക്കാൻ തയ്യാറാണെന്ന് പറഞ്ഞു വരെ ആൾക്കാർ മുമ്പോട്ട് വന്നു. എത്ര മനോഹരം, എത്ര സുന്ദരമാണ് നമ്മുടെ നാട്. ഒരു ആപത്ത് വന്നിട്ടുണ്ട് എല്ലാവരും എത്ര ഒറ്റക്കെട്ടായി നിൽക്കുന്നു. ഇതൊക്കെ ഓർത്ത് കേരളത്തിൽ ജനിച്ചു പോയതോർത്ത് സന്തോഷം നമുക്ക് തോന്നും. എന്നാൽ ഈ സോഷ്യൽ മീഡിയ ഇതൊക്കെയും കൈകാര്യം ചെയ്യുന്നതിൽ വളരെയധികം മുമ്പിൽ തന്നെയാണ് നിൽക്കുന്നത്. ഒരു നല്ല കാര്യം ഒരു കുഞ്ഞ് നഷ്ടപ്പെട്ടു പോയപ്പോൾ സോഷ്യൽ മീഡിയ വഴി മെസ്സേജ് എല്ലാവരിലും എത്തുക, കുഞ്ഞിനെ കണ്ടെത്താനൊക്കെ ഒരുപാട് സഹായിക്കുക. അത് അങ്ങനെ നല്ല രീതിയിലൊക്കെ സോഷ്യൽ മീഡിയ ഉപയോഗപ്പെട്ടിട്ടുണ്ട്. എവിടെയെങ്കിലും എന്തെങ്കിലും കാര്യത്തിന് അത്യാവശ്യമുണ്ടെങ്കിൽ ബ്ലഡിന് ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ സോഷ്യൽ മീഡിയ വഴി ബന്ധപ്പെടും. അത് എത്രയും വേഗം കൈകാര്യം ചെയ്യാനൊക്കെ ഉപയോഗിക്കും. എന്നാൽ സോഷ്യൽ മീഡിയയ്ക്ക് അതിൻ്റെതായ രീതിയിൽ ഉപയോഗിച്ചില്ലെങ്കിൽ ദൂഷ്യവശങ്ങളുമുണ്ട്. അതിനൊരു ഉത്തമ ഉദാഹരണമാണ് ഇപ്പോൾ എല്ലാവരുടെ ഇടയിൽ പ്രചരിക്കുന്ന ഒരു വീഡിയോ. ഒരു പയ്യൻ, അതിന് ഒരു 10-20 വയസ്സുണ്ടോയെന്ന് പോലും അറിയത്തില്ല. ആ പയ്യൻ ഇങ്ങനെ ഈ വയനാട്ടിലെ ഈ ദുരന്തങ്ങളും അർജുൻ്റെ കാര്യങ്ങളും എടുത്തിട്ട് അവൻ റിയാക്ഷൻ വീഡിയോ ചെയ്യണം. ചിരിക്കുകയാണ്, പൊട്ടി പൊട്ടി ചിരിച്ചിട്ടാണ് വീഡിയോ ചെയ്യുന്നത്. ആ കൊച്ചിന് എന്താ സംഭവിച്ചതെന്ന് അറിയത്തില്ല. ഇനി വല്ല മരുന്ന് കഴിച്ചുകൊണ്ടിരുന്ന മരുന്ന് കഴിക്കാതിരുന്നതുകൊണ്ട് സംഭവിച്ചു പോയതാണോ? നല്ല രീതി വീഡിയോ ഇട്ട് ആരും ശ്രദ്ധിക്കത്തില്ല. എന്നാൽ ഞാൻ ഈ രീതിയിൽ പോയാൽ ആരെങ്കിലും ശ്രദ്ധിക്കുമെന്ന് വിചാരിച്ചിട്ടാണോ, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? ആ കുഞ്ഞിന് എന്ത് പറ്റിയെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എന്തെങ്കിലും മരുന്ന് കഴിക്കാതിരുന്നോട്ടായിരിക്കും, അല്ലെ ഇതുപോലൊരു അബ്നോർമലായിട്ട് ബിഹേവ് ചെയ്യാൻ എങ്ങനെയാണ് കഴിയുന്നത്? നമ്മൾ എല്ലാവരും ഒറ്റക്കെട്ടായി നിന്ന് പ്രവർത്തിക്കുന്ന ഈ സമയത്ത് ഇങ്ങനെ ഈ കുട്ടികൾക്കൊക്കെ ഇത് എന്ത് പറ്റിയെന്ന് പോലും അറിയത്തില്ല. ഇപ്പോൾ 18 വയസ്സിന് താഴെയുള്ള കുട്ടികളെയൊക്കെ നല്ല നടപ്പിന് എവിടെയെങ്കിലും വിട്ട് ജുവനൈൽ ഹോമിലോ അവിടെ എവിടെയെങ്കിലൊക്കെ വിട്ട് ശിക്ഷ നടപ്പാക്കി ചെയ്യാം. ഈ കൊച്ചിനെയൊക്കെ എന്താ ചെയ്യേണ്ടത്? ഇതിൻ്റെ പേരൻസ് ഇത് കണ്ടിട്ടുണ്ടെങ്കിൽ എനിക്ക് അവരോട് പറയാനുള്ളത് എത്രയും വേഗം ആ കുട്ടിക്കിനെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക കാര്യങ്ങൾ. കാരണം മുലപ്പാൽ കൊടുക്കാൻ തയ്യാറായി ഒരു പെൺകുട്ടി മുമ്പോട്ട് വരികയുണ്ടായി. കാരണം വയനാട്ടിലെ ദുരന്തത്തിന് ശേഷം കുഞ്ഞുങ്ങൾ അനാഥരായ കുഞ്ഞുങ്ങൾക്ക് പാല് ഇല്ലാതെ ബുദ്ധിമുട്ടുന്നവർക്ക് പാൽ കൊടുക്കാൻ റെഡിയാന്ന് പറഞ്ഞു ഒരാൾ വന്ന് കമൻ്റ് ഇട്ട് എനിക്ക് വേണമെന്ന് പറഞ്ഞ്. അപ്പം ഞാൻ വീഡിയോ ഇട്ടപ്പോൾ അതിനകത്ത് ഞാൻ പറഞ്ഞിരുന്നല്ല, മാതൃകാപരമായിട്ട് അയാൾക്കെതിരെ സർക്കാർ നേരിട്ട് കേസെടുക്കണമെന്ന് ഞാൻ പറഞ്ഞിരുന്നു. എന്നാൽ പിന്നീട് അറിയണ്ടായി നാട്ടുകാർ ചേർന്ന് അയാളെ പഞ്ഞി കിട്ടുമെന്ന്. അതുപോലെ നാട്ടുകാർ ചേർന്ന് ഈ പയ്യനെ പഞ്ഞിക്കിടുന്നതിന് മുമ്പ് ഒന്നിലെ പേരൻസോ സുഹൃത്തുക്കളോ ബന്ധുക്കളോ അവരെ ഉപദേശിക്കുക, പറഞ്ഞ് നല്ല വഴി നടത്താൻ ശ്രമിക്കുക. ഈ മാതിരിയുള്ള വീഡിയോസൊക്കെ പ്രചരിപ്പിക്കാതിരിക്കുക. കാരണം ഒരു പിഞ്ചു കുഞ്ഞിനെ നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞ് ആ പിതാവ് ദുഃഖത്തോടെ ഇരിക്കുന്നത് കാണുമ്പോൾ ആ പയ്യനെ എങ്ങനെ ചിരിക്കാൻ തോന്നുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല. ഒരു കുഞ്ഞിനെ നഷ്ടപ്പെട്ട ഒരു പേരൻറ്റിൻ്റെ വേദന എന്താണെന്നുള്ളത് നമുക്ക് മനസ്സിലാവും. കുഞ്ഞുങ്ങളുള്ളവർക്ക് മനസ്സിലാവും, കുഞ്ഞുങ്ങളെ കാണുമ്പോൾ ഇഷ്ടമുള്ളവർക്ക് മനസ്സിലാവും. ഓമനത്തുള്ള ഒരു കുഞ്ഞിനെ കാണുമ്പോൾ, ചെറിയ കുട്ടി അത് എന്തെങ്കിലും ആയിക്കൊള്ളട്ടെ, ആണായിക്കോട്ടെ പെണ്ണാകട്ടെ, ഏത് കളർ ഡിഫറെൻ്റ് ഉള്ളതായിക്കൊള്ളട്ടെ, ഒരു കുഞ്ഞിനെ കാണുമ്പോൾ എല്ലാവർക്കും വാത്സല്യമാണ് തോന്നുന്നത്. അങ്ങനെ ഒരു കുഞ്ഞിനെ നഷ്ടപ്പെട്ടു എന്ന് അപ്പം സങ്കടത്തോടെ ഇരിക്കുന്ന ന്യൂസ് കണ്ട് ഈ പയ്യൻ ചിരിക്കുക. അപ്പോൾ ഇതിനെന്തോ സ്വഭാവ വൈകല്യമുള്ളതായിട്ടാണ് എനിക്ക് തോന്നിയത്. അപ്പോൾ അത് ട്രീറ്റ് ചെയ്യേണ്ടതാണ്, ട്രീറ്റ് ചെയ്ത് പരിഹരിക്കുക. ഇല്ലെങ്കിൽ സമൂഹത്തിന് വളരെയധികം ദോഷം ചെയ്യും. കാരണം ഇതിനെ ഇങ്ങനെ വിട്ടിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ പിന്നീട് എന്തായി തീരും? സോഷ്യൽ മീഡിയയിൽ എന്തും ആകാം, അല്ലെങ്കിൽ ഒരു ഫോൺ കൈ കിട്ടി കഴിഞ്ഞാൽ എന്തും പറയാം എന്ന രീതിയിലേക്ക് മാറരുത്. സോഷ്യൽ മീഡിയ ഉപയോഗിക്കേണ്ട രീതിയിൽ ഉപയോഗിക്കുക. പേരൻസ് ചിലപ്പോൾ പേരൻസിനോട് പറഞ്ഞാൽ സോഷ്യൽ മീഡിയയിൽ ഇട്ടാൽ ഞങ്ങൾക്ക് ഇഷ്ടം പോലെ പൈസ കിട്ടുമെന്നൊക്കെ പറഞ്ഞ് പാവം പിടിച്ച പേരൻസിനെ അവൻ കൺവിൻസ് ചെയ്ത് മേടിച്ചെടുത്തായിരിക്കും സംഭവം. എന്ത് തന്നെയായിരുന്നാലും ഈ തരം കാര്യങ്ങളൊന്നും പ്രോത്സാഹിപ്പിക്കാതിരിക്കുക. അങ്ങനെ ആ പയ്യനെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. വയനാട്ടിൽ ആ സ്കൂൾ നശിച്ചപ്പോഴേ ആ ഉണ്ണിമാഷ് അതുപോലെ നെഞ്ചുപൊട്ടി കരയാണ്. ഞങ്ങൾ അഭിമാനത്തോടെ അയാൾ പറയുകയാണ്, ഞങ്ങൾ ഇതിൻ്റെ തീരത്തിരുന്ന് പഠിച്ചിരുന്നു, കുഞ്ഞുങ്ങൾ ഒത്തിരി അനുഗ്രഹിക്കപ്പെട്ട കുഞ്ഞുങ്ങളാണ്, ഇനി എനിക്ക് വീട്ടിൽ പോയാൽ മതി, ഇനി എനിക്കൊന്നും വേണ്ട എന്ന് പറഞ്ഞ് കരയുമ്പം നോക്ക് ആ പയ്യൻ ചിരിക്കണ കണ്ടോണം. നിങ്ങൾ കണ്ടു നോക്ക്. എങ്ങനെ ചിരിക്കാൻ പറ്റും? അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കും. ഞങ്ങൾ ഇവിടെ ഇരുന്നത് എല്ലാത്തിനും കിട്ടി. അതിനുശേഷം പുള്ളി ചിരിക്കുന്നതാണ്. ആ പെൺകുട്ടീനെ കാണാനില്ല, ഒരു 3 വയസ്സുള്ള പെൺകുഞ്ഞിനെ കാണുന്നില്ല, അച്ഛൻ 3 ദിവസമായിട്ട് കാത്തിരിക്കുക എന്ന് പറയുമ്പോൾ പുള്ളിയുടെ റിയാക്ഷൻ കാണണം. ഇങ്ങനെയൊക്കെ റിയാക്ഷൻ ഇടാൻ എങ്ങനെ പറ്റണം എന്ന് അറിയത്തില്ല. നോക്കിയോളൂ. മേപ്പാടി കമ്മ്യൂണിറ്റി ഹാളിന് പുറത്ത് 2 ദിവസമായി കാത്തിരിക്കുകയാണ്. പൊന്നുമോളെ കുറിച്ച് എന്തെങ്കിലും ഒരു സൂചന പ്രതീക്ഷിച്ച്. ആരും തിരക്കൊന്നുമില്ലായിരുന്നു അവിടെ, മോർച്ചറിയിലും പിന്നെ കമ്മ്യൂണിറ്റി ഹാളിലുള്ള വെച്ച്. ഞാൻ വീട്ടിൽ പോകും.
മനഃശാസ്ത്രം? ഇത് സ്വഭാവ വൈകല്യം എന്നല്ലാതെ എന്താ പറയുക, ഇനി വല്ല മയക്കുമരുന്ന് അടിച്ചിരിക്കുമ്പോഴേക്കായിരിക്കും അവർ ഇങ്ങനത്തെ ഉള്ള തോന്നലൊക്കെ തന്നെ. കാരണം ഇവരൊക്കെ ഒരു കണ്ടിട്ട് സാധാരണ ഒരു നല്ലൊരു യോഗ്യനായ ആൺകുട്ടി, ആ കൊച്ചി ഈ തരത്തിൽ ഇങ്ങനെയൊക്കെ കാണിക്കണമെങ്കിൽ അതിനർത്ഥം അവനെന്തോ മരുന്ന് കിട്ടിയ ഒരു സൈക്കിക് പ്രോബ്ലം എന്തോ ഉണ്ട്. അപ്പോൾ അതിന് മരുന്ന് കഴിച്ചുകൊണ്ടിരുന്ന കൊച്ച് കഴിക്കാതെ വന്നപ്പോൾ ഈ തരം സ്വഭാവങ്ങളൊക്കെ കാണിച്ച് എത്രയും വേഗം അതിനെ ട്രീറ്റ് ചെയ്യുക. കാരണം പരിഹരിക്കപ്പെടേണ്ടതാണ്. അങ്ങനെ നമ്മുടെ തലമുറ നല്ല രീതിയിൽ തന്നെ വളർന്നു വരണം. കാരണം ഒരു ദുരന്തം നമ്മുടെ കേരളത്തിൽ, ഏത് ദുരന്തം ആയിക്കോട്ടെ, എന്ത് വിഷയം തന്നെ ആയിക്കൊള്ളട്ടെ, എല്ലാവരും ഒറ്റക്കെട്ടായി നിന്ന് പ്രവർത്തിക്കുമ്പോൾ അതിൻ്റെ ഇടയിൽ ഈ മാതിരി കൃമികളെയൊക്കെ മായ്ച്ചേ കളയണം. അതുകൊണ്ട് ഇതിന് ചികിത്സിക്കാൻ സമയമായിട്ടുണ്ട്. എത്രയും വേഗം ചികിത്സ കൊടുക്കണം. അവരുടെ പേരൻസിനോട് ഞാൻ പറയുകയാണ്, ആ കുഞ്ഞിന് എന്തെങ്കിലും ട്രീറ്റ്മെൻറ്റ് നിങ്ങൾ കൊടുക്കണം, അല്ലെങ്കിൽ എന്തെങ്കിലും കൗൺസിലിങ്ങോ അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യണമെങ്കിൽ എത്രയും വേഗം ചെയ്യുക. അങ്ങനെ ഈ സ്വഭാവ വൈകല്യമുള്ളതൊക്കെ എത്രയും വേഗം പരിഹരിക്കപ്പെടണം. ഇല്ലെങ്കിൽ നമ്മുടെ തലമുറയ്ക്ക് അത് ദോഷം ചെയ്യും. അതുകൊണ്ട് തന്നെ എത്രയും വേഗം ഇതിനൊരു പരിഹാരം കാണണം. ജോർജ് എന്ന് പറഞ്ഞ വ്യക്തിയെ നമുക്കറിയാലോ. കുഞ്ഞുങ്ങൾക്ക് മുലപ്പാൽ കൊടുക്കാൻ സന്നദ്ധയാന്ന് പറഞ്ഞ ഒരു പെൺകുട്ടി മെസ്സേജ് ആയിട്ട് എനിക്കും വേണമെന്ന് പറഞ്ഞ് കമൻ്റ് ഇട്ട ആളെ എടുത്തിട്ട് പഞ്ഞിക്കിട്ട നാടാണ് നമ്മുടെ നാട്. ഈ പയ്യനെയൊക്കെ അവരെയൊക്കെ വന്ന് വല്ല പഞ്ഞിക്കിട്ട് ഇതിനൊക്കെ ജീവനോടുണ്ടാവുമോ? പിന്നെ അതുകൊണ്ട് പേരൻസ് മനസ്സിലാക്കുക, അവനെ ഉപദേശിക്കുക. എനിക്ക് ആ പയ്യന് കൊടുക്കാനുള്ള ഉപദേശം എത്രയും വേഗം നിൻ്റെ സ്വഭാവം തിരുത്തുക, ഒരു ക്ഷമാപണം നടത്തുക, എല്ലാവരോടും മാപ്പ് പറയുക, ഈ മാതിരി തോന്നിയാസങ്ങൾ ചെയ്യാതിരിക്കുക. ഇനി ആർക്കെങ്കിലും ഈ മാതിരി തോന്നിയാസമൊക്കെ ചെയ്ത് സോഷ്യൽ മീഡിയയിൽ ഹിറ്റാവണമെന്നൊക്കെ ആഗ്രഹം ദൈവത്തെ ഓർത്ത് ഈ സമയത്ത് വേണ്ട, പിന്നീട് എപ്പോഴേലും നിങ്ങൾ ചെയ്യുക. വേറെന്തെങ്കിലും വിഷയങ്ങളൊക്കെ എടുത്തിട്ടിട്ട് നിങ്ങൾ എന്ത് വേണേലൊക്കെ കാണിക്കുക. വേറൊരാളുടെ വേദന എടുത്ത് വെച്ചിട്ട് മാത്രം നിങ്ങൾ ഈ മാതിരി റീച്ചൊന്നും ഉണ്ടാക്കാൻ ശ്രമിക്കരുത്. അതുമാത്രം എനിക്ക് നിങ്ങൾക്ക് തരാനുള്ള ഉപദേശമുള്ളൂ. അതോടൊപ്പം കമൻറ്റുകളും നിർദ്ദേശങ്ങളൊക്കെ പ്രതീക്ഷിക്കുന്നു. മറ്റൊരു വീഡിയോയിൽ ഉടനെ കാണുന്നത് വരെ ബൈ.